ഇന്ന് നമുക്ക് അബുദാബി വരെ ഒന്ന് പോകണം കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നാഷണൽ ഡേ ഹോളിഡേക്കാണ്. ഇതെന്നാ ഞാൻ പോസ്റ്റ് ചെയ്യണേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഈ ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെ ഏത് ടോപ്പ് ഇടണം എന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ ബ്ലാക്കിൽ തന്നെ ഉറച്ചു. ഇന്ന് നമ്മൾ അബുദാബിയിലെ ലൂവ മ്യൂസിയം കാണാനാണ് പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, കുറച്ച് ഫ്രണ്ട്സ് കൂടെ നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു 1 hour ഡ്രൈവ് ഉള്ളത് കാരണം ഞാൻ വാട്ടറും കുറച്ച് സ്നാക്സൊക്കെ നേരത്തെ ബാഗിൽ എടുത്തു വെച്ചായിരുന്നു. നമ്മളെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും ജസ്റ്റ് ഇറങ്ങിയിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. ആദ്യം എന്തായാലും നമ്മൾ തന്നെയാണ് പോകുന്നത്. എന്നാൽ പിന്നെ പതുക്കെ ഒന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് കരുതി. വിൻ്റർ ആകുമ്പോൾ മാത്രമേ ഇവിടെ ഇങ്ങനെ ക്ലൗഡി സ്കൈ ഒക്കെ കാണാറുള്ളൂ. നാട്ടിലെ പോലെ വലിയ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത് കാരണം കാറിൽ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഓപ്പൺ വ്യൂ കിട്ടും. അത് കാണാൻ നല്ല രസമാണ്. അബുദാബി കയറിയപ്പോൾ പിന്നെ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വാങ്ങി കുടിക്കാമെന്ന് കരുതി. എന്തായാലും കൂടെ വരുന്നവരെല്ലാം ലേറ്റാണ്. നമ്മൾ തിരക്കിട്ട് പോയിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ കിത്തു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് ജ്യൂസ് കൊടുത്തപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ഈ പ്രായത്തിലുള്ള ഒട്ടുമിക്ക കുട്ടികൾക്കുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവർ ഫുഡ് കഴിപ്പിക്കാനാണ് ഏറ്റവും വലിയ പണി. ജ്യൂസ് വാങ്ങാൻ ഇറങ്ങിയപ്പോൾ അവനൊരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അവൻ ഈ പരിസരത്തോട്ടേ വന്നിട്ടില്ല ഞാൻ ജ്യൂസ് കൊടുക്കുമെന്ന് പേടിച്ച്. നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ പരിസരം എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്യുന്നത് മ്യൂസിയത്തിനകത്തോട്ടേക്കുള്ളവരാണ്. നമുക്ക് ശേഷം ഇറങ്ങിയ നമ്മുടെ ഫ്രണ്ടാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. കാറെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ മ്യൂസിയത്തിലോട്ട് നടന്നു. ഹോളിഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. എൻട്രൻസിൽ തന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രിങ്ക് കൊടുത്തോണ്ടാണ് ഇവരെല്ലാവരെയും അകത്തോട്ട് വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ ഇവിടെ അവരുടെ ബ്രോഷർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരെണ്ണം വാങ്ങിച്ച് അകത്തോട്ട് നടന്നു. എന്തായാലും വന്നിരിക്കുന്ന ഫ്രണ്ട്സിനെ എല്ലാം കണ്ടിട്ട് അകത്തോട്ട് കയറാമെന്ന് കരുതി. എന്നാൽ പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി ഞങ്ങളവിടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് നിന്നു. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ സൈഡിലൊക്കെ വെള്ളം. ഇത് ഒറിജിനൽ കടലാണോ അതോ വെള്ളം നിർത്തിയിരിക്കണാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ കണ്ടത് എന്തായാലും ഞാൻ കാണിച്ചു തരാം. കിത്തോന് ഇപ്പം ഏറെക്കുറെ വിശന്നു തുടങ്ങി. പിന്നെ അവൻ കുറച്ച് കുക്കീസൊക്കെ കഴിച്ചു. നമുക്ക് ഈ സ്ട്രോളറെല്ലാം ക്ലോക്ക് റൂമിൽ വെക്കണം. ഇതൊന്നും അകത്തോട്ട് കടത്തി വിടില്ല അവർ. നമ്മൾ ഒരു ചെറിയ ബാഗ് അല്ലാതെ വേറെ ഒന്നും അലോ ചെയ്തായിരുന്നില്ല. സാധനങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ച് പിന്നെ ഫ്രണ്ട്സിനെ എല്ലാം കണ്ട് നമ്മൾ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ ദാ ഫ്ലോറിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ. എനിക്കിത് എന്താണെന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഒരു തിരുപ്പതി കണ്ടപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തു. പിന്നെ ആദ്യം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഐറ്റംസാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലെ ചരിത്രവും ഇത് കളക്ട് ചെയ്ത സ്ഥലവും എല്ലാം തന്നെ താഴെ വ്യക്തമായി നോട്ട് ചെയ്തിട്ടുണ്ട്.
ഒരുപാട് അപരിചിതമായ കാഴ്ചകൾക്കുള്ളിൽ ഇതുപോലെ പരിചയമുള്ള ചിലതും കണ്ടായിരുന്നു. കല്ലിൽ കൊത്തിയ ശിലകളെല്ലാം ഇപ്പോഴും എന്തു ഭംഗിയോടെയാണുള്ളത്. ഒട്ടും തന്നെ ഫെയ്ഡായി പോവാത്തതുപോലെ തോന്നി. ഇത് ബോധിസത്വയുടെ രൂപമായിരുന്നു. ഇത് മാത്രം ഡിസ്ക്രിപ്ഷൻ നോക്കാതെ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് നടന്ന ശേഷം ഇതുപോലൊരു വിൻഡോ വ്യൂ കിട്ടി. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംശയം എനിക്ക് വ്യക്തമായത്. ഈ മ്യൂസിയം ഇരിക്കുന്നത് കടലിന് നടുവിലായിട്ടായിരുന്നു. ഈ മ്യൂസിയത്തിൻ്റെ റൂഫ് വളരെ പ്രത്യേകതയുള്ളതാണ് കേട്ടോ. ഇതിനിടയിലൂടെ സൺലൈറ്റ് ഇങ്ങനെ താഴത്തോട്ട് വരും, ഓരോ ഡിഫറെൻറ്റ് ഷേപ്സിലായിട്ട്. എക്സിറ്റിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഐറ്റംസ് ഇവർ സെയിലിനും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമാണെങ്കിൽ വാങ്ങിക്കാം, പക്ഷെ പ്രൈസൊക്കെ അത്യാവശ്യമുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തൊരു 1.5 ഹവറെങ്കിലും നടന്നു കാണും. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു. അബുദാബി നമുക്ക് അത്രയും പരിചയമില്ലാത്തത് കൊണ്ട് മലയാളി റെസ്റ്റോറൻറ്റ് തപ്പി കുറച്ച് നടക്കേണ്ടി വന്നു. അവസാനം നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചു. അവിടെ കയറി നമ്മൾ നെയ്ച്ചോറ് ഓർഡർ ചെയ്തു. നെയ്ച്ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഇവിടെ ചുമരിലൊക്കെ ഒരുപാട് മലയാള സിനിമകളുടെ ഡയലോഗൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായി. ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങളതെല്ലാം വായിച്ചിരുന്നു. കുറേ നടന്ന കാരണം തലവേദനയ്ക്കുള്ള മരുന്ന് ആദ്യം തന്നെ വാങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇല വന്നു, പിന്നാലെ ഗീ റൈസും എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ അപ്പം തന്നെ കഴിച്ചും തുടങ്ങി. ഭക്ഷണം കഴിച്ച് ഒരു 4-4:30 ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് തന്നെ പോന്നു. കുറച്ച് പോന്നപ്പോൾ ഉറക്കം വരുന്നത് പോലെ തോന്നി. ഒന്ന് ഇറങ്ങി മുഖമെല്ലാം കഴുകി വീണ്ടും അവിടെ നിന്ന് തിരിച്ചു. വിൻ്റർ ആയപ്പോൾ 5:30 ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇരുട്ടാവുന്നുണ്ട് കേട്ടോ. നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ സന്ധ്യയായപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.